ഓം നമ ശിവായ. നാളെ ശിവരാത്രിയാണ്, മഹാശിവരാത്രിയാണ്. ഈ വർഷത്തെ രണ്ടാമത്തെ ശിവരാത്രിയാണ് നാം മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ഒരു വർഷത്തിൽ 12 ശിവരാത്രികളുണ്ടെങ്കിലും ഫെബ്രുവരി മാസത്തിൽ വരുന്ന രണ്ടാമത്തെ ശിവരാത്രിയാണ് നാം സാധാരണയായി മഹാശിവരാത്രിയായി ആഘോഷിക്കുന്നത്. മഹാശിവരാത്രി എന്തിന് ആഘോഷിക്കണം, എങ്ങനെ ആഘോഷിക്കണം, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മഹാശിവരാത്രി എങ്ങനെ ആഘോഷിക്കണം, ആദ്യം നമുക്കതിനെപ്പറ്റി നോക്കാം. മഹാശിവരാത്രി പ്രധാനമായും 2 രീതിയിൽ ആഘോഷിക്കാം. ഒന്ന്, ലഘുഭക്ഷണം മാത്രം കഴിച്ച്, പകൽ സമയം ലഘുഭക്ഷണം മാത്രം കഴിച്ച്, അതായത് അരി, പയർ മുതലായവ ഒഴിവാക്കി ലഘുഭക്ഷണം കഴിച്ച് രാത്രി പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ഉറക്കമൊഴിഞ്ഞ് നമുക്ക് ശിവരാത്രി ആഘോഷിക്കാം. രണ്ടാമതായി, രാവിലെ കുളിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് ഉപവസിച്ച്, എന്ന് വെച്ചാൽ ഇളനീർ, തേൻ, ചെറുനാരങ്ങ, ചെറിയ പഴങ്ങൾ മുതലായവ കഴിച്ച് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ട് രാത്രി നിദ്ര ഒഴിച്ച് ശിവനെ ഭജിച്ച് നമുക്ക് ശിവരാത്രി ആഘോഷിക്കാം. എന്തിനാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്? ഒന്നാമതായി പറഞ്ഞാൽ, മഹാദേവ് അഥവാ പരമശിവൻ ഈ യൂണിവേഴ്സിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ്. പരമശിവന് നമ്മൾ ഉറക്കമൊളിച്ചുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ ഒന്നും നേടാനില്ല, അഥവാ ഒന്നും സംഭവിക്കാനില്ല. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്, ഇതുകൊണ്ടുള്ള ഉപയോഗം, ഇതുകൊണ്ടുള്ള പ്രയോജനം അത് ഉപവസിക്കുന്നവർക്കാണ്. അഥവാ പഞ്ചാക്ഷരി മന്ത്രം ഉരുക്കഴിച്ച് ഉറക്കം മുളച്ച് ആ ദിവസം ശിവരാത്രി അനുഷ്ഠിക്കുന്നവർക്കാണ്. എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്തും നമ്മൾ എന്താണ് പ്രയോജനം, ബെനിഫിറ്റ്, എന്താണ് അതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഈ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. സാധാരണയായി പറയുന്നത്, നിങ്ങളിങ്ങനെ ഉറക്കമൊളിച്ച് ഉപവസിച്ചാൽ നിങ്ങൾക്ക് മരണശേഷം സ്വർഗം കിട്ടും, അഥവാ മോക്ഷം കിട്ടും. ഒരുമാതിരി ഇൻഷുറൻസുകാർ പറയുന്നത്. No, it's not like that. Actually, if you continue to do it, continue to observe Shivaratri for every year, definitely you will attain Kaivalya or Moksha. നിങ്ങൾ എല്ലാ വർഷവും എല്ലാ മാസവും ഇതുപോലെ 12 ശിവരാത്രിയെ പറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ എല്ലാ വർഷവും നിങ്ങൾ ശിവരാത്രി അനുഷ്ഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മോക്ഷം കിട്ടും. എന്നാൽ പ്രത്യേകിച്ച് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഇപ്പോൾ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് ഇമ്മീഡിയറ്റ് വേണമെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത്, സപ്പോസ് ഇന്ന് നിങ്ങളുടെ സാമ്പത്തിക നില, സമൂഹത്തിലെ നില, നിങ്ങളുടെ മനസ്സമാധാനം, ഇത്തരം എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കണക്കുകൂട്ടും. അതിനുശേഷം നാളെ ശരിയായ രീതിയിൽ, നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ മഹാശിവരാത്രി അനുഷ്ഠിക്കുക.
തീർച്ചയായും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, സാമൂഹികമായി നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ടോട്ടൽ ലെവൽ, നിങ്ങൾ ഇന്ന് ഏത് ലെവലിലാണോ ഉള്ളത്, തീർച്ചയായും അതിൽ നിന്നും വളരെ നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അടുത്ത ശിവരാത്രി ആകുമ്പോഴേക്കും സംഭവിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വർഷം ഇതുപോലെ തന്നെ ജസ്റ്റ് ടോട്ടലി ടു സീ വാട്ട് ഈസ് വേർ യു സ്റ്റാൻഡ്, നിങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ പറഞ്ഞത്. അതുപോലെ അടുത്ത വർഷം നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ മഹാശിവരാത്രി അനുഷ്ഠിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സെയിം ബെനിഫിറ്റ്സ് യു വിൽ ഗെറ്റ്. നിങ്ങൾക്ക് അടുത്ത വർഷവും ഇതുപോലെ തന്നെ സാമ്പത്തികമായും സാമൂഹികമായും മനസ്സിൻ്റെ രീതിയിലും നിങ്ങൾക്ക് ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് വേറെ രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ എനർജി ലെവൽ ഉയരുന്നതായിരിക്കും. ഡിപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ലെവൽ താന്ന് നിങ്ങൾ ഡിപ്രഷൻ ആവുന്നു, പലപ്പോഴും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു, പലരും ആത്മഹത്യ ചെയ്യുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, യുവർ എനർജി ലെവൽ വിൽ ബി റൈസ്ഡ്. നിങ്ങളുടെ ഊർജ നില അത് ഉയർന്നിരിക്കും. അത് ഉയരുക എന്ന് പറഞ്ഞാൽ അതോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ, നിങ്ങളുടെ സാമൂഹിക നിലയും സാമ്പത്തിക നിലയും നിങ്ങളുടെ മനോനിലയും എല്ലാം വളരെ ഉയർന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും. അതുകൊണ്ടാണ് മഹാശിവരാത്രി അനുഷ്ഠിക്കാൻ വേണ്ടി എല്ലാവരും ഉപദേശിക്കുന്നു. എനിക്കും അതുതന്നെയേ പറയാനുള്ളൂ. ഓം നമഃ ശിവായ.